ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിന്തകളാണ് നാം ചില ആഴ്ചകളായിട്ട് ഒരുമിച്ച് കർത്താവിൻ്റെ മുൻപാകെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ശമൂവേൽ ഇസ്രായേലിനു വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരം അരുളി. ദൈവം ഉത്തരം അരുളുന്ന ദൈവമാണ്. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന ആത്മീക നിബന്ധനകൾ പാലിപ്പാൻ ദൈവസന്നിധിയിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാം അതിനെക്കുറിച്ചാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഒടുവിലായിട്ട് നാം ദൈവിക നിബന്ധനയായിട്ട് ഓർത്തത് അവർ ശമൂവേലിലൂടെ കർത്താവ് നൽകിയ ആഹ്വാനത്തെ അനുസരിച്ചു എന്നുള്ളതാണ്. 4-ാം വാക്യം അങ്ങനെയാണ് നമ്മൾ ഓർത്തത്. അവർ നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളഞ്ഞ് ദൈവത്തെ മാത്രം സേവിക്കുവാൻ ഹൃദയപൂർവ്വം തീരുമാനമെടുത്തപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയും ദൈവം ഉത്തരം അരുളുകയും ചെയ്തു. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേൽ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 72-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി അങ്ങയ്ക്ക് സ്വാഗതം. 4-മതായിട്ടുള്ള ദൈവിക നിബന്ധന എന്താണ്? അതാണ് ഒടുവിലായിട്ടുള്ള വിഷയമായി പ്രാർത്ഥന കേൾക്കുന്നതിനോട് ബന്ധപ്പെട്ട് നാം ചിന്തിപ്പാനായിട്ട് ഈ അധ്യായത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. 4-മത്തെ വിഷയം നമുക്ക് കാണുവാൻ കഴിയുന്നത് 6-ാം വാക്യമാണ് 1 ശമൂവേൽ 7-ാം അധ്യായത്തിൽ. നാം ഇങ്ങനെ വായിക്കുന്നു: അവർ മിസ്പായിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു എന്നാണ് നാം കാണുന്നത്. എന്തിനാണ് അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയത്? അതിനെ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു: ദൈവസന്നിധിയിൽ അനുദപിക്കുവാൻ, അവരുടെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുവാൻ, ശമൂവേലിനോട് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുവാനുമാണ് അവരവിടെ കൂടി വന്നത് എന്ന് കാണുവാൻ കഴിയുന്നു. ദൈവജനത്തിൻ്റെ മധ്യേ ഇങ്ങനെയുള്ള ഒരു ആത്മീക ഉണർവുണ്ടായെങ്കിൽ എത്രയോ നന്നാകുമായിരുന്നു. നമ്മുടെ പാപങ്ങളെ ഒന്ന് ഏറ്റുപറയുവാൻ, നമ്മുടെ ഹൃദയത്തിൽ നാം കൊണ്ടു നടക്കുന്ന തെറ്റായ വിഷയങ്ങളെ ഉപേക്ഷിപ്പാൻ, നാം വാഗ്വാദം പറയുന്ന പല കാര്യങ്ങളിൽ, നാം ഉയർത്തിപ്പിടിക്കുന്ന പല വിഷയങ്ങളിൽ ദൈവത്തിന് ഹിതമല്ല എന്ന് മനസ്സിലാക്കി നാം യാതൊരു നിബന്ധനകളും വയ്ക്കാതെ കർത്താവിൻ്റെ മുൻപാകെ അവയെ ഉപേക്ഷിപ്പാനും അനുദപിപ്പാനും കഴിയുമെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും അനേക അനുഗ്രഹങ്ങൾ തൻ്റെ ജനത്തിന് പ്രായോഗിക തലത്തിൽ അനുഭവിപ്പാനായിട്ട് കഴിയുകയും ചെയ്യും. ഈ കാര്യം വളരെ ശ്രദ്ധയോടെ നാം ഓർക്കേണ്ടതും ഓരോ ദൈവ പൈതലും അതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള വിഷയത്തിൽ ഹൃദയപൂർവ്വം ഏറ്റെടുക്കേണ്ടതുമാണ് എന്ന് ഓർമ്മിപ്പിക്കാതിരിപ്പാൻ നിവൃത്തിയില്ല. എല്ലാവരും നന്നാകട്ടെ, എല്ലാവരും ചെയ്യട്ടെ, എന്നിട്ട് ഞാനാകാം എന്ന ചിന്ത ദൈവികമല്ല. മറിച്ച് എന്നിൽ നിന്ന് ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ ആരംഭിക്കണം. എന്നിൽ നിന്ന് ആത്മീകമായിട്ടുള്ള നന്മകൾ സഭകൾക്കുണ്ടാകണം. അതിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകളെ ഓർത്ത് കരയുകയും അനുദപിക്കുകയും വേണമെന്ന ബോധത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വരുന്ന വിശ്വാസികളെയാണ്, വ്യക്തികളെയാണ് സ്വർഗം ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ ജീവിതത്തിൽ അതിനുള്ള തീരുമാനമുണ്ടാകുമോ? അതോ കഴിഞ്ഞ നാളുകളിലെ പോലെ ഇന്നും ഉപശാന്തികളും മത്സര സ്വഭാവവും ശാഠ്യവുമായിട്ട് നിൽക്കുന്നെങ്കിൽ പറയട്ടെ, ദൈവത്തിന് അങ്ങയിൽ പ്രസാദിപ്പാൻ കഴിയുകയില്ല. നേരെ തിരിച്ചാണെങ്കിൽ ദൈവപ്രസാദം അങ്ങയുടെ ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് കഴിയും. ദൈവം അങ്ങയെ ഉപയോഗിക്കുന്നത് തിരിച്ചറിയാനായിട്ട് കഴിയും. അങ്ങ് അവസരങ്ങൾ തേടിപ്പോകേണ്ടതില്ല. ശുശ്രൂഷകൾ ദൈവം അങ്ങയ്ക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് അങ്ങയുടെ അടുക്കലേക്ക് കൊണ്ടുതന്ന് അങ്ങയെ ഉപയോഗിപ്പാൻ ദൈവത്തിന് മനസ്സുണ്ട്.
ഞാൻ വാക്യം ഒന്നുകൂടെ വായിക്കാം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 7-6 വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ മിസ്പായിൽ ഒന്നിച്ചു കൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് അവിടെ വെച്ച് പറഞ്ഞു. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുമ്പോൾ വെള്ളം കോരി ഒഴിച്ചു എന്നൊരു പ്രയോഗം നമുക്ക് കാണുവാൻ കഴിയുകയാണ്. പഴയ നിയമത്തിൽ നാം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ അത് ദൈവം മുൻപാകെ അനുതാപത്തെ കാണിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എത്രമാത്രം അത് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തോട് വന്നുപോയ കുറവുകളെ ഓർത്ത് അനുദപിക്കുവാൻ, നമ്മുടെ കണ്ണുകൾ നിറയുവാൻ, കുറ്റബോധത്താൽ പാപഭാരത്താൽ നമ്മുടെ ഹൃദയങ്ങൾ തകർക്കപ്പെടുവാൻ, അതിവിശുദ്ധൻ്റെ മുൻപാകെ യാതൊരു മറയുമില്ലാതെ തുറന്ന് സമ്മതിക്കുന്ന ഒരു ജീവിതമായി മാറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമുക്ക് അനുദപിക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടാകട്ടെ. തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന മനസ്സ് കർത്താവ് തള്ളിക്കളയാത്തവനാ. ദൈവം അതിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. തുടർന്ന് 9-ാം വാക്യം ശ്രദ്ധിക്കുക. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരാട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിനു വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരം അരുളി. നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളഞ്ഞ് ഹൃദയപൂർവ്വം അനുദപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ മാത്രം സേവിക്കുമെന്ന് തീരുമാനമെടുത്ത് ദൈവം മുൻപാകെ കണ്ണുനീരോടെ മടങ്ങി വരുന്നെങ്കിൽ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, അതിന് ഉത്തരം തരുന്ന ദൈവമാണ് നമുക്കുള്ളത്. ദൈവം ഒരു കാലത്തും അവിടുത്തെ സ്വഭാവത്തിന് മാറ്റം വരാത്തവനാണ്. അവിടുന്ന് വാക്ക് പറഞ്ഞത് പാലിക്കുന്ന ദൈവമാണ്. എന്നാൽ നാം ആണ് വാക്കുകൾക്ക് മാറ്റം വരുത്തുന്നത്. നാം ആണ് തീരുമാനങ്ങൾക്ക് ഭംഗം വരുത്തുന്നത്. നാം ആണ് ദൈവത്തോട് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ശരിയായ നിലയിൽ പാലിപ്പാൻ കഴിയാത്തവരായി കുറവുള്ളത്. ഇത് ഒന്ന് സമ്മതിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങേക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. തമ്പുരാൻ്റെ നന്മകൾ അങ്ങയുടെ ജീവിതത്തിൽ ഇന്നും അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.